കുറെ നേരമായല്ലോ സ്റ്റേഷനിലോട്ട് തുടങ്ങിയ അതിന്റെ കഴുപ്പ്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ 3 ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ഞരമ്പ് രോഗി ഓപ്പോസിറ്റ് വന്നിരുന്നിട്ട് ചില വൃത്തികെട്ട കുൽസിത പരിപാടികൾ ചെയ്തു. അതിന്റെ ഒരു വീഡിയോ ഒരു പെൺകുട്ടി റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇതിന്റെ മെയിൻ പരിപാടി തടവലാണ്. എവിടെ തടവുന്നതെന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തായാലും ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഇൻസ്റ്റയിൽ കണ്ട ആ ഒരു വീഡിയോ ഞാനൊന്ന് ഷെയർ ചെയ്യാം. കുറെ നേരമായല്ലോ സ്റ്റേഷനിലോട്ട് തുടങ്ങിയ അതിന്റെ കഴുപ്പ്. സ്റ്റേഷനിൽ തൊട്ട് തുടങ്ങിയതാണ് തന്റെ കഴുപ്പ്. ഇപ്പൊ അയാളൊന്നും കുഴപ്പമുള്ളതാ തുടങ്ങിയത്. പിന്നെ ആരൊന്നും മൈൻഡ് ചെയ്യാൻ വെച്ചിട്ട് അങ്ങ് ഓവറാക്കരുത്. കുറെ നേരായി. അപ്പതേ ഇവന്റെ മുഖം ഒന്ന് ഓർത്ത് വെച്ചോ കേട്ടോ, ആവശ്യമുണ്ട്. വേറൊരു വീഡിയോയിലും ഈ പുള്ളിക്കാരൻ ഇതേ പരിപാടി തന്നെ ചെയ്യുന്നുണ്ട്. നേരായി സ്റ്റേഷൻ തൊട്ട് തുടങ്ങിയത് അയാളെ കഴുപ്പ്. കണ്ടാൽ എന്തൊരു മാന്യനാണെന്ന് നോക്കിക്കേ. എക്സിക്യൂട്ടീവ് സ്റ്റൈലില് ഭയങ്കര ജെന്റിൽമാൻ ആയിട്ട് വന്നിരിക്കുക. ഇൻഷർട്ടൊക്കെ ചെയ്ത് പിന്നെ ഓഫീസ് ബാഗ് ഒക്കെ തൂക്കിയാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. ഈ ഓഫീസ് ബാഗ് ഇവര് കൂടെ കൊണ്ട് നടക്കുന്നത് തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് പരിപാടി നടത്താൻ തന്നെയാണ്. അല്ല, ഞാൻ ആലോചിക്കുന്ന ഇവന്മാർക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്താൽ പോരെ, എന്തിനാണ് ഈ നാട്ടിലേക്ക് ഈ പബ്ലിക് പ്ലേസിലൊക്കെ ചെയ്ത് ഇവിടെ വന്നിട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ ഇവന്റെ പ്രശ്നം വേറെയാണ്. ഇവനിത് സ്ഥിരം പരിപാടിയാണ്. ബാക്കിയും കൂടെ കാണാം. എല്ലാരും കാണട്ടെ ഒന്ന്. സ്റ്റേഷൻ തൊട്ട് താൻ മിണ്ടരുത്. സ്റ്റേഷനിൽ തൊട്ട് ഇയാൾ തുടങ്ങിയതാ. അപ്പോഴേ ഞാൻ മൈൻഡാക്കുന്നുണ്ട്. ഇപ്പൊ ഈ ചങ്ങായി അന്ന് എണീറ്റ് പോയപ്പോ ഇയാൾ പിന്നെ ബാഗ് വെച്ച് കവർ ചെയ്ത് തുടങ്ങുന്നത്. ഡീസന്റ് ആയി ഡ്രസ് ചെയ്യുന്നുണ്ടല്ലോ. എന്നെ പിന്നെ മര്യാദയ്ക്ക് നടന്നോളൂ. എനിക്ക് എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോ മോന്തല്? ആ ലേഡി ആ വീഡിയോ എടുത്തിരിക്കുന്നത് ആ സമയത്ത് തന്നെ അവൻ സ്കൂട്ടായി. ഇവന്റെ പേരെന്ന് പറയുന്നത് ജോർജ് ജോസഫ് എന്നാണ്. 2 വർഷത്തിന് മുമ്പ് ഇതേ പരിപാടി ഒരു ട്രെയിനിൽ പെൺകുട്ടികളുടെ മുന്നിൽ ഇരുന്ന് ചെയ്തതിന് അതൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് അവര്. അങ്ങനെ ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവന്റെ മുഖം പെട്ടെന്ന് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് ഓർമ്മ വന്നതാണ്. ആ ഒരു 2 കൊല്ലം മുൻപ് വന്ന ആ വീഡിയോയും കൂടെ ഞാനിപ്പോ പ്ലേ ചെയ്യാം. ഒന്ന് കണ്ടു നോക്ക്. കണ്ടില്ലേ, അവൻ അവിടെ ആ സെയിം മുഖം തന്നെ അല്ലേന്ന് നിങ്ങൾ നോക്കിയാ സെയിം മുഖമാണ്. അവൻ അതുപോലെ തന്നെ ഒരു ബാഗ് മറച്ചു വെച്ചിട്ട് മറ്റേ സംഭവം ചെയ്തോണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവന്റെ ആ ഇരിപ്പ് കണ്ടോ, ഒരു ഇതും ഇല്ല. ഭയങ്കര മാന്യനായിട്ട് എന്റെ സംഭവം ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് 2 കൊല്ലം മുമ്പ് ഇവനിക്ക് കേസ് വന്നതാണ്. ആ വീഡിയോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വൈറലുമായി. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും പ്രശ്നങ്ങളൊക്കെ അന്നുണ്ടായ സമയത്ത് പിന്നെ ഈ പരിപാടി ഇവൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ തുനിഞ്ഞില്ലേ? പിന്നെ ലാസ്റ്റ് ഈ വീഡിയോയുടെ ഇതില് വീഡിയോ എടുക്കുന്നു എന്ന് മനസ്സിലാക്കിയ അയാള് നൈസായിട്ട് അവിടെ നിന്ന് ബാഗും എടുത്ത് സ്കൂട്ടായി നിൽക്കുവാണ്. കണ്ടില്ലേ? ശരിക്കും അന്ന് ആ വീഡിയോ എടുത്ത പെൺകുട്ടി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഫൈനൊക്കെ അടച്ച് ഇവനെ വെറുതെ വിട്ടു എന്നാണ് പറഞ്ഞത്. ഈ 2 കൊല്ലത്തിനിടയിൽ ഉണ്ടായ 2 വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത്. ഈ 2 കൊല്ലത്തിനിടയ്ക്ക് എത്ര പെൺകുട്ടികളോട് ഇവൻ ഇമാതിരി തോന്നിയാസം കാണിപ്പിച്ചിട്ടുണ്ടാവും? ഇങ്ങനെ ഈ 2 പെൺകുട്ടികൾ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. പക്ഷെ വേറെ എത്രയോ പേര് വീഡിയോ എടുക്കാതെ പേര് നിന്നിട്ടുണ്ടാവും. അത് പബ്ലിക് ആയിട്ട് ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിലാണെങ്കിൽ ആളുകൾ അപ്പുറം ഇപ്പുറം ഒക്കെ ഇരിപ്പുണ്ട്. ഓപ്പോസിറ്റ് പെണ്ണുങ്ങളും ഇരിപ്പുണ്ട്. അവരെ നോക്കിക്കൊണ്ടാണ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇപ്പം ഫസ്റ്റ് 2 വർഷത്തിന് മുമ്പേ ഉണ്ടായിരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ഇവന്റെ എല്ലാം കാണുന്നുണ്ട്. ഞാനത് കട്ട് ചെയ്ത് മാറ്റിയതാണ്. കൃത്യമായി അതിനകത്ത് കാണാം ഇവൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. ശരിക്കും അത് ഇടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ക്രോപ്പ് ചെയ്തിട്ടത്. ശരിക്കും പറഞ്ഞാൽ ഇത് നിയമത്തിന്റെ വീഴ്ച തന്നെയാണെന്ന് വേണം പറയാൻ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ പ്രൂഫാണ്. തെളിവുകൾ ഇത്രയും ഉണ്ടായിട്ട് പോലും അവനെ ഒന്നും ചെയ്യാതെ ഈ നിയമം വിടുന്നതെന്ന് പറയുമ്പോൾ വളരെ മോശം. എനിക്കതല്ലാതെ വേറൊന്നും പറയാനില്ല. ആ ഒരു സമയത്ത് അവന് വെറുതെ വിട്ടത് കൊണ്ടല്ലേ അവൻ പിന്നെയും ഈ പരിപാടി ചെയ്യാൻ മുതിർന്നത്. ഇനിയും ഇവൻ ചെയ്യത്തില്ലെന്ന് എന്തുറപ്പ്? കാര്യം ഈ 2 വർഷത്തിന് മുമ്പേ ഉണ്ടായിരുന്ന ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നീട് എത്രയോ പ്രാവശ്യം ഉണ്ടായിട്ട് ആയിരിക്കും ഇപ്പൊ ഈ ഒരു വീഡിയോ വീണ്ടും വന്നത്. നമ്മുടെ നിയമത്തിന്റെ പോരായ്മ തന്നെയാണിത്. എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. പറയുമ്പോൾ ഒരുപാട് ആക്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഞാൻ സൈഡിൽ കൊടുക്കാം. സെക്ഷൽ ഹാരാസ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഇത് ഈ ആക്ട് വന്നിരിക്കുന്നത്. 3 വർഷം വരെ തടവും ആൻഡ് ഓർ ഫൈനും ആണ് വന്നിരിക്കുന്നത്. രണ്ടാമത് സ്ത്രീകൾക്കെതിരെ മോശമായിട്ടോ ഏതെങ്കിലും രീതിയിൽ വരുന്നവർക്കുള്ള ശിക്ഷയാണിത്. ഇനിയുമുണ്ട് 294 ആക്ട്. പബ്ലിക്കിൽ ഇങ്ങനെ വന്ന് കാണിക്കുന്നതിന് 3 മാസം വരെ തടവും ആൻഡ് ഓർ ഫൈൻ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ തൊട്ടിത്തരം കാണിച്ചിരിക്കുന്ന ഇവൻ ഈ ട്രെയിനകത്ത് വന്നിരുന്നാണ്. ശരിക്കും ഈ ആക്ട് പ്രകാരം ഇവനിക്ക് കേസ് എടുക്കാവുന്നതാണ്. പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞ് കേസ് എടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും വകുപ്പുകളൊക്കെ നമ്മുടെ നിയമത്തിലുണ്ട്. പക്ഷെ ഇത് വെറും വകുപ്പുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇവൻ ഇപ്പോഴും ഇതൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവനെന്തോ മാനസിക രോഗി എങ്ങാണ്ടാണ്. മാനസിക രോഗിയാണെങ്കിൽ അഥവാ വീട്ടിൽ കിടക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പൂട്ടിയിടണം. അല്ലാണ്ട് ഇതുമാതിരി പെണ്ണുങ്ങളുടെ നേരെയല്ല ഇങ്ങനെയുള്ള കൂതറ പരിപാടികളൊക്കെ കാണിക്കേണ്ടത്.
ശരിക്കും ഇവന്റെ വീട്ടിലും പെണ്ണുങ്ങളും കസിൻസും എല്ലാം പെൺപിള്ളേരുള്ളതാണ്. എന്നിട്ടാണ് ഈ കൂതറ പരിപാടി ഇവൻ വന്നിരുന്ന് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഈ പബ്ലിക്കിൽ വന്ന് ഇമാതിരി തോന്നിയാസം കാണിച്ച് ഇവനെ ഒരു ദിവസമെങ്കിലും ജയിലിൽ ഇടേണ്ടതായിരുന്നു. ഇങ്ങനെ മാനസിക വൈകല്യം ഉള്ളവന്മാരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും ഇവനെ അഴിച്ചു വിട്ടേക്കുവാണ്. ഇനിയും ഇവൻ തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. ശരിക്കും ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എടുത്ത് റിയാക്ട് ചെയ്ത ഒരു കാര്യമോ, ഭയങ്കര വൈറലായിരുന്ന ഒരു കാര്യമോ. എന്നിട്ട് പോലും ഇവൻ പിന്നെ ഈ പണിക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഭയങ്കര അതിശയം തന്നെയാണ്. സ്റ്റിൽ ഇവൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇവന് എന്തുമാത്രം മാനസിക വൈകല്യമുള്ള ആളാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇവൻ മാത്രമല്ല കേട്ടോ, ഇതുപോലെ പല കേസുകെട്ടുകളും ഉണ്ട്. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.